ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നെസ് TV പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം നേരുന്നു. ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ മനസ്സിൽ മുറിവേറ്റതിൻ്റെ, ഒറ്റപ്പെട്ടതിൻ്റെ, വേദനയുടെയും ദുഃഖവും ഭാരവുമായി കഴിയുന്നവരാണെങ്കിൽ ഈശോ ഇതാ നമ്മളോട് അരുളി ചെയ്യുന്ന തിരുവചനം നമുക്കൊന്ന് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. സങ്കീർത്തന പുസ്തകം 34 സങ്കീർത്തനം 18 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനസ്സുരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന്. നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിന് മുറിവേറ്റതിൻ്റെ, വേദനയുടെ, മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ദുഃഖങ്ങൾ, തള്ളിപ്പറഞ്ഞതിൻ്റെ, ഉപേക്ഷിച്ചതിൻ്റെ, ചതിച്ചതിൻ്റെ, വഞ്ചിച്ചതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള മുറിവേറ്റ അനുഭവങ്ങളുമായി, ഹൃദയം വിങ്ങുന്ന വേദനയുമായി, കണ്ണുനീരുമായി കഴിയുന്ന മക്കളുണ്ടെങ്കിൽ ഇതാ കർത്താവ് സങ്കീർത്തനത്തിൽ കൂടി നമ്മളോട് അരുളി ചെയ്യുകയാണ്: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് എന്ന്. നമ്മുടെയൊക്കെ മനസ്സിൽ വേദനയും ദുഃഖവുമായി കഴിയുമ്പോൾ, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ഇനി എനിക്കാരുമില്ല, എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ ഉപേക്ഷിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നിൽ നിന്ന് അകന്നുപോയി, ഇനി ആരുണ്ട് എനിക്കൊരാശ്രയം, ഇനി ആരുണ്ട് എന്നെ ഒന്ന് സഹായിക്കാൻ എന്നുള്ള നുറുങ്ങുന്ന വേദനയുമായി കഴിയുന്ന മക്കളാണെങ്കിൽ ഇതാ നിങ്ങൾ ഓർത്തുകൊള്ളുക, നിങ്ങളറിയാതെ തന്നെ, നിങ്ങൾ വിളിക്കാതെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വേദനകൾ, കണ്ണുനീരുകൾ ഒപ്പുവാൻ, ആശ്വസിപ്പിക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ ഏറ്റെടുക്കുവാൻ ഇതാ ഇരുകരങ്ങളും നീട്ടി നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ എന്തിനെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത്? എന്തിനാണ് മനം നുറുങ്ങി, എന്തിനാണ് മനസ്സ് വേദനിച്ച് നമ്മൾ തളർന്നു വീഴുന്നത്? നമ്മുടെ ഏത് നിമിഷത്തിലും, സന്തോഷത്തിൻ്റെ നിമിഷത്തിലും, ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിലും, കണ്ണുനീരിൻ്റെ നിമിഷങ്ങളിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ഇങ്ങനെ തളർന്ന് അസ്വസ്ഥപ്പെട്ട മനസ്സുമായി രോഗങ്ങളെക്കുറിച്ചോർത്ത്, പീഡനങ്ങളെക്കുറിച്ചോർത്ത് തളർന്നു പോകരുതേ. ഇതാ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 26 അധ്യായം 3 വാക്യത്തിൽ അവിടുന്ന് വീണ്ടും അരുളി ചെയ്യുകയാണ്: അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കും, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, കർത്താവിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. മറ്റാരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത എൻ്റെ ദൈവം, ഞാൻ ആശ്രയിക്കുമ്പോൾ, ഞാനൊന്ന് കരയുമ്പോൾ, തളരുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് നമ്മളൊന്ന് വിശ്വസിച്ചാൽ മാത്രം മതി, ആശ്രയിച്ചാൽ മാത്രം മതി. അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്ന, കരുണ കാണിക്കുന്ന, നമ്മളെ വഴി നടത്തുന്ന ആ യേശുവിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. വീണ്ടും വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ കഷ്ടതയുടെ അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സങ്കടങ്ങളും വേദനകളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ തളർന്നു പോകുന്നവരുണ്ട്, ബോധം കെട്ടു പോകുന്നവരുണ്ട്.
എന്നാൽ ഇത്രയേറിയ വേദനിക്കുമ്പോഴും ഈശോ നമ്മളോട് പറയുകയാണ് വീണ്ടും, അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകർന്നു. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് തളർന്ന് മനസ്സുമായിട്ട് വേദനിക്കേണ്ട ആവശ്യമില്ല. ഈശോ നമ്മുടെ കൂടെയുള്ളപ്പോൾ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയും കരുതലും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് അതിൻ്റെ പിറകെ നമ്മളിങ്ങനെ തളർന്ന മനസ്സുമായി നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്കും നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കൊന്നും പോകേണ്ട യാതൊരാവശ്യവുമില്ല. കാരണം ദൈവം അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒരനർത്ഥങ്ങളും സംഭവിക്കുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് തളരുന്നത്? പിന്നെ ഞാൻ എന്തിനാണ് ആകുലപ്പെടുന്നത്, അസ്വസ്ഥപ്പെടുന്നത്? തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, എന്നാൽ ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, അത് എനിക്ക് പ്രത്യാശ തരുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചോർത്ത്, കരുതലിനെക്കുറിച്ചോർത്ത്, സംരക്ഷണത്തെക്കുറിച്ചോർത്ത് നമുക്ക് പ്രത്യാശയുണ്ടായിരിക്കണം. ഇന്ന് പല കുടുംബങ്ങളിലും വ്യക്തികളിലും ഇന്ന് ആത്മഹത്യയും കൊലപാതകവും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസം തന്നെ നമ്മൾ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ ആത്മഹത്യകളാണ്, എത്രയോ കൊലപാതകങ്ങളാണ്. ഇത്രമാത്രം ജീവനെ നശിപ്പിക്കുവാൻ മാത്രം എന്താണ് ഈ ദുഃഖവും വേദനയും തളർച്ചയും പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ സാധിക്കാതെ മക്കള് ഇങ്ങനെ തളർന്നു പോകുന്നതിൻ്റെ കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, അവർക്ക് പ്രത്യാശയില്ല, ദൈവത്തിലുള്ള വിശ്വാസമില്ല, ദൈവത്തിലുള്ള ആശ്രയമില്ല. ഇതിനെയൊക്കെ ഏതു വലിയ പ്രശ്നത്തെയും എനിക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും, ഈ പ്രശ്നത്തെയൊക്കെ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്കിതിനെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവർക്കില്ല. ജീവന് യാതൊരു വിലയും കൊടുക്കാതെ, നമ്മൾ പ്രത്യാശയുള്ളവരാകാതെ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്ന നമ്മുടെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എന്താണ് അവരോട് പറയാനായിട്ട് സാധിക്കുക? എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക? ചില ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ ഓർക്കും, എന്തു പറഞ്ഞവരെ ഞാൻ ആശ്വസിപ്പിക്കും? എന്തുത്തരം അവരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും? എന്നാൽ ഒന്നു മാത്രമേ ഉള്ളൂ, കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഈ സഹനത്തിൻ്റെ പിന്നിൽ, ഈ രോഗത്തിൻ്റെ പിന്നിൽ, ഈ അപകടത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ദൈവത്തിന് എന്തോ വലിയ പദ്ധതിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. നമ്മളറിയാതെ, നമ്മൾ മനസ്സിലാക്കാതെ, നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊള്ളും. അവിടുന്ന് നമ്മളെ നമുക്ക് വേണ്ടി പടപൊരുതിക്കൊള്ളും. അവിടുന്ന് നമ്മളെ ദുഷ്ടര കരങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ചുകൊള്ളും. നമ്മൾ വിശ്വസിക്കണം. ഇന്ന് വിശ്വാസമില്ല, പ്രത്യാശയില്ല. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന മക്കളെയാണ് നമുക്ക് ഇന്ന് നമ്മുടെ ചുറ്റിലും കാണുവാനായിട്ട്, ഓരോ ദിവസവും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചനത്തിലാണ് ഈ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. ഓരോ പ്രഭാതത്തിലും നമ്മുടെ ദുഃഖങ്ങളുടെ നിമിഷങ്ങളിൽ, സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ എല്ലാം കർത്താവിൻ്റെ പുതിയ പുതിയ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കണമെങ്കിൽ പ്രത്യാശ വേണം, വിശ്വാസം വേണം, ദൈവത്തിൽ ആശ്രയിക്കണം, അടിയുറച്ച് വിശ്വസിക്കണം. ഇതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ നിരാശയിലേക്കും വേദനകളിലേക്കും തകർച്ചകളിലേക്കും അതുപോലെ തന്നെ നിരാശയിലേക്കൊക്കെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരൊക്കെ വീണുപോകാനുള്ള കാരണം. വീണ്ടും, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 24-ാം വാക്യം, കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട്, കർത്താവാണ് എൻ്റെ പ്രത്യാശ,
അവിടുത്തെ സ്നേഹം, അവിടുത്തെ ശക്തി എൻ്റെ മേലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം, ഞാൻ ആശ്രയിക്കണം. അത് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനം അത് ശക്തിയുള്ള വചനമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ്. അത് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് തുളച്ച് കയറണം. അത് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ മനസ്സിനെ അത് ഉറപ്പിക്കണം. ആ ഒരു ഉറപ്പും വിശ്വാസവും ദൈവത്തിൽ ആശ്രയത്വവും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇതുപോലെ ദൈവമക്കൾ തളർന്നു പോകുന്നത്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത്. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ പറയുന്നുണ്ട്, പ്രത്യാശയുള്ളവരായിരിക്കുക. പാപ്പയുടെ ആദ്യത്തെ ചാക്രി ലേഖനത്തിൽ ഇപ്രകാരമാണ്: ദൈവമക്കളെ, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുക. നമ്മുടെ പ്രതീക്ഷകളെ നമ്മൾ വിപുലമാക്കരുത്, നമ്മുടെ പ്രതീക്ഷകളെ നമ്മൾ നശിപ്പിക്കരുത്. എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മൾ തളർന്നു പോകരുത്. അതിൻ്റെ പിന്നിൽ വലിയൊരു പ്രതീക്ഷയോടുകൂടി, സ്നേഹത്തോടുകൂടി കർത്താവിൻ്റെ കരുതൽ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും 25-ാം വാക്യത്തിൽ പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലതാണ്. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. നമ്മൾ കാത്തിരിക്കണം. ഈ സഹനത്തിൻ്റെ പിന്നിൽ ഒരു വലിയ അനുഗ്രഹം വരുന്നുണ്ട്. നമ്മൾ കാത്തിരിക്കണം ആ അനുഗ്രഹത്തിന് വേണ്ടി. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം. തന്നെ തേടുന്നവർക്ക്, തന്നെ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. നമ്മൾ അവിടുന്ന് ആശ്രയിക്കുന്നില്ല, അവിടുത്തെ തേടുന്നില്ല, അവിടുത്തെ അന്വേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ചെറിയൊരു ജീവിത പ്രശ്നങ്ങളും വേദനകളും നിരാശകളും വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ തളർന്നു വീഴുന്നതിൻ്റെ കാരണം. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു നല്ല ജോലി ഉദ്യോഗസ്ഥനായ മനുഷ്യന് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നപ്പോൾ അദ്ദേഹം പറയുക, സിസ്റ്ററെ, എൻ്റെ 17 വയസ്സുള്ള മൂത്ത മകന് അതിദാരുണമായിട്ട് മരണപ്പെട്ടു. അവൻ കൂട്ടുകാരുടെ കൂട്ടത്തിൽ പോയതാണ്. വലിയ യാത്രയ്ക്കായിട്ട് ഇങ്ങനെ എവറസ്റ്റ് കയറുന്നത് പോലെ വലിയ കുന്നുകളിങ്ങനെ കയറി, അവന് അതൊരു വിനോദമായിരുന്നു. എന്നാൽ വലിയ ഉയരത്തിലെത്തിയപ്പോഴത്തേനും അവന് ബോധം കെട്ടുപോയി. അവന് കയറാൻ പറ്റാതെ വന്നു. അവൻ അവിടെ തളർന്നു വീണു. ആ തളർന്നു വീണ നിമിഷത്തിൽ ആ കൂട്ടുകാർ അവനെ രക്ഷിക്കാതെ അവരവിടെ ഉപേക്ഷിച്ചിട്ട് അവർ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. പിന്നെ എങ്ങനെയോ അവൻ തന്നെ യാത്ര ചെയ്ത് കയറിയത്രയും കുറേ അവൻ താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഏതോ ഒരു മനുഷ്യർ കണ്ട് അവനെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ ചെന്ന് 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കുമ്പോൾ തന്നെ അവൻ ഈ ലോകത്തോട് വേർപിരിഞ്ഞുപോയി. നല്ല മിടുക്കനായിരുന്നു, എല്ലാ കഴിവുമുള്ളവനായിരുന്നു, നല്ല പ്രാർത്ഥനയും വിശ്വാസവും എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന നല്ലൊരു മകനായിരുന്നു. അവനെക്കുറിച്ച് പറയുമ്പോൾ ഒരു നെഗറ്റീവ് പോലും ഞങ്ങൾക്ക് പറയാനില്ലായിരുന്നു. അതും ഗൾഫിൽ ജീവിക്കുന്ന ആ യുവാവിനെക്കുറിച്ചാണ് ഈ സ്വന്തം അപ്പൻ പറയുന്നത്. ആ അപ്പൻ പറയുകയാണ്, അതിനുശേഷം ഞാൻ എൻ്റെ വിശ്വാസം ഉപേക്ഷിച്ചു, ദൈവത്തിലുള്ള ആശ്രയം ഉപേക്ഷിച്ചു. എനിക്ക് തളർന്നുപോയി. എനിക്ക് പിന്നെ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ മുന്നോട്ട് പോവുകയായിരുന്നു. ഒരു ദിവസം ഞാനും എൻ്റെ ഫാമിലിയും, ബാക്കി 2 മക്കളുണ്ട്, 3 മക്കളായിരുന്നു, അതിൽ മൂത്ത മോനാണ് നഷ്ടപ്പെട്ടത്. ഭാര്യയും 2 മക്കളും കൂടി കാർ ഓടിച്ച് ഒരു ദിവസം വിനോദയാത്രയ്ക്കായിട്ട് പോകുന്ന വഴിക്ക് വെച്ച് എങ്ങനെയോ വലിയൊരു അപകടത്തിൽപ്പെട്ട് കാറ് ആക്സിഡൻ്റായി. ആ അപകടം കണ്ടവരും ആ അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയവരുമായ എല്ലാ മനുഷ്യരും പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഇതൊരിക്കലും രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത കാർ മുഴുവൻ തകർന്നുപോയി. പക്ഷെ ആ കാറിലുണ്ടായിരുന്ന ഈ അപ്പനും അമ്മയ്ക്കും 2 മക്കൾക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ ആരാണ് ഇവരെ സംരക്ഷിച്ചത്? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, സിസ്റ്ററെ, അവിടെയാണ് എൻ്റെ നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകൻ്റെ വേർപാടിനെ കുറിച്ചോർത്ത് വേദനിച്ച്, ദൈവത്തെ പഴിച്ച്, ദൈവവിശ്വാസം ഉപേക്ഷിച്ച് ദൈവത്തിൽ ആശ്രയിക്കാതെ ജീവിച്ചിരുന്ന എനിക്ക് വലിയൊരു ശക്തി കിട്ടിയത്.
എന്നെ രക്ഷിച്ചത് എൻ്റെ ദൈവമാണ്. അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ എൻ്റെ മൂത്ത മകൻ പോയതുപോലെ തന്നെ അവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ കുടുംബം മുഴുവനും പോകുമായിരുന്നു. ഒരു പൊടി പോലും കിട്ടാതെ ഞങ്ങളുടെ 4 പേരുടെയും ജീവൻ അപകടത്തിൽപ്പെടേണ്ടതായിരുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ മോൻ ഒരു കാവൽ മാലാഖയായി, സ്വർഗത്തിലൊരു മാലാഖയായി അവൻ തീർന്നു. അവൻ്റെ പ്രാർത്ഥനയാണ്, അവൻ്റെ ഈശോയോട് അടുത്തിരുന്നു കൊണ്ട് അവൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ, ഞങ്ങൾക്ക് കാവലായിരുന്നതിൻ്റെ ശക്തിയാണ് ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചിരിക്കുന്നതെന്ന് വളരെ ഉറച്ച വിശ്വാസത്തോടുകൂടി എവിടെയും എനിക്ക് പ്രഘോഷിക്കുവാനായിട്ട് സാധിക്കുമെന്ന് ആ മനുഷ്യൻ പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവർ, ഇതുപോലെ നമുക്കറിയില്ല, ചിലപ്പോൾ ഒരു വേർപാടിൻ്റെയും ഒരപകടത്തിൻ്റെയും ഞെട്ടലുകളും വേദനയും മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത അപകടങ്ങൾ ഉണ്ടാകുന്നത്, അടുത്ത പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് അപകടങ്ങളും മരണങ്ങളും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോൾ തളർന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? എന്ത് പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്കിത് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനൊക്കെയുള്ള ഒറ്റയൊരു ഉത്തരം മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മൾ പാപം ചെയ്തിട്ട് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല. നമ്മളോട് ഇഷ്ടമില്ലാത്ത, നമ്മളെ പീഡിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു മാലാഖയുടെ ആവശ്യമുണ്ടാകും സ്വർഗത്തിൽ. ആ മാലാഖ സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. ബാക്കിയുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും ബാക്കിയുള്ള കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. നമ്മളതൊന്നും തിരിച്ചറിയത്തില്ല. ആ സങ്കട നിമിഷങ്ങളിൽ, ആ വേദനയുടെ നിമിഷങ്ങളിൽ നമ്മൾ തളർന്നു പോകും, ദൈവത്തെ പഴിക്കുകയും ദൈവത്തിൽ നകന്നു പോകുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ കാത്തിരിക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, തന്നെ കാത്തിരിക്കുന്നവർക്ക്, തന്നെ തേടുന്നവർക്ക് കർത്താവ് നല്ലവനാണ്. നമ്മൾ അല്പസമയം കാത്തിരിക്കണം. ഈ അപകടത്തിൻ്റെ പിന്നിൽ, ഈ സഹനത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരുതൽ എന്താണ്? ദൈവം എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? സങ്കീർത്തന പുസ്തകം 147 സങ്കീർത്തനം 3 വാക്യത്തിൽ പ്രകാരം പറയുന്നുണ്ട്: കർത്താവ് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ച് കെട്ടുകയും ചെയ്യും. ഇവിടെയാണ് മുറിവേൽപ്പിച്ചവൻ തന്നെ ആ മുറിവുകൾ വച്ച് കെട്ടും. സങ്കടങ്ങളും വേദനകളും തന്നവൻ തന്നെ ആ സങ്കടങ്ങളും വേദനകളും വച്ച് കെട്ടും. അതിനുള്ള പരിഹാരം, അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്, പ്ലാൻ എന്താണ്, പദ്ധതി എന്താണെന്ന് നമുക്കറിയില്ല. ഒരിക്കലും നമ്മുടെ നാശത്തിനു വേണ്ടിയല്ല. അതെന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരനുഗ്രഹം, നമുക്കറിയാം കർത്താവ് ഈശോ മിശിഹ കുരിശിൽ മരിച്ച്, പീഡകൾ സഹിച്ച്, സഹനങ്ങൾ ഏറ്റുവാങ്ങി, കുരിശ് ചുമന്ന് ആ കുരിശിൽ വീണു മരിച്ച്, രക്തം ചിന്തി, അവസാന തുള്ളി രക്തവും വെള്ളവും പോലും നമുക്ക് വേണ്ടി ഒഴുക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കുവാൻ വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പാവങ്ങൾക്ക് പരിഹാരം ചെയ്യുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ കരുണ നമുക്ക് വേണ്ടി യാചിക്കാൻ വേണ്ടി. ഇതുപോലെ തന്നെയാണ് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും വേർപാടും മരണവും സഹനവും ഒക്കെ എന്തിനു വേണ്ടിയാ? നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ, നമ്മുടെ കുടുംബത്തിലേക്ക് അനുഗ്രഹം കടന്നു വരുവാൻ, വരാനിരിക്കുന്ന വലിയ അപകടത്തിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെ രക്ഷിക്കുവാൻ വേണ്ടിയായിരിക്കാം. ഏതെങ്കിലും ഒരു വ്യക്തി ആ കുടുംബത്തിൽ സഹിക്കുമ്പോഴാണ് അവിടെ ആ കുടുംബത്തിലേക്ക് അനുഗ്രഹം കടന്നു വരുന്നത്. സഹനത്തിൻ്റെ പിന്നിൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ, സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ. ആരെങ്കിലും ഒരാൾ സഹിക്കാൻ തയ്യാറാകണം. ഏതൊരു കുടുംബജീവിതം എടുത്തു നോക്കിയാലും അവിടെ നമുക്ക് കാണാൻ സാധിക്കും, സഹനങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത ഒരു കുടുംബം പോലും ഇന്ന് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ, കൗൺസിലിംഗ് ശുശ്രൂഷ മേഖലയിൽ ഞാനായിരിക്കുമ്പോൾ, ഓരോ ദിവസവും ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും കണ്ടുമുട്ടുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഒരു വലിയ സത്യം ഇതാണ്:
ഏതൊരു കുടുംബം എടുത്തു നോക്കിയാലും ആ കുടുംബത്തിലൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ ഓരോ സഹനങ്ങളുണ്ട്. ഒന്നെങ്കിൽ മാതാപിതാക്കളിൽ കൂടി, അല്ലെങ്കിൽ മക്കളിൽ കൂടി, അല്ലെങ്കിൽ മരുമക്കളിൽ കൂടി, അല്ലെങ്കിൽ കൊച്ചുമക്കളിൽ കൂടി, ഏതെങ്കിലും ഒരു തലമുറയിൽ, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ കൂടി ആ കുടുംബത്തിൽ ആ കുടുംബം അനുഭവിക്കുന്ന സഹനങ്ങളാണ് ആ കുടുംബത്തിൻ്റെ രക്ഷയായിട്ട് കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആശ്രയിക്കണം. നമ്മുടെ സഹനത്തിൻ്റെ പിന്നിൽ, നമ്മുടെ വേദനയുടെ പിന്നിൽ, നമ്മുടെ കണ്ണുനീരിൻ്റെ പിന്നിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കുന്നത്. ഹെബ്രയർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും. നമ്മളോർക്കും പല വ്യക്തികൾ അവർ മൂലമാണ്, ഇവർ മൂലമാണ്, അല്ലെങ്കിൽ ആ വ്യക്തി മൂലമാണ് എൻ്റെ ജീവിതത്തിൽ ഈ നാശമുണ്ടായത്, ഈ തകർച്ചയുണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഒരു വ്യക്തിക്കും, ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യന് പോലും നമ്മളെ തകർക്കാനോ നശിപ്പിക്കുവാനോ നമുക്കെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുവാനോ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ കരം എവിടെയുണ്ടോ, ദൈവത്തിൻ്റെ സ്നേഹം എവിടെയുണ്ടോ, ആ കുടുംബങ്ങളിൽ, ആ വ്യക്തികളിൽ ദൈവം സ്നേഹിക്കുന്നവർക്ക്, ദൈവം കരുതുന്നവർക്ക്, ദൈവം കാവലായിട്ടുള്ളവർക്ക് എപ്പോഴും സഹനങ്ങളും വേദനകളും തകർച്ചകളും ഒന്നിനു പിറകെ ഒന്നൊന്നായിട്ട് വരുമ്പോൾ നമ്മൾ ഓർക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്, കരുതലാണ്. അവിടുത്തെ ശക്തി നമ്മുടെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ കരുതലോടുകൂടി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് തളർന്ന്, ചിലപ്പോൾ മദ്യപാനത്തിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ദുശീലത്തിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ലഹരി വസ്തുക്കളുടെ അടിമകളായതിൻ്റെ ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള തകർച്ചകൾ, ബലഹീനതകൾ, തഴക്കദോഷങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഒരു ഭാരമായിട്ട്, സഹനമായിട്ട് കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളെ വെറുക്കരുത്, നമ്മൾ ആ വ്യക്തികളെ അകറ്റിക്കളയരുത്, നമ്മൾ ആ വ്യക്തികളെ മോശമായിട്ട് നമ്മൾ കരുതരുത്. ആ വ്യക്തികളിൽ കൂടിയാണ് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വ്യക്തികളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നതെന്നോർത്ത് നമ്മൾ ആ സഹനത്തോട് ചേർന്ന് അവരെ ശക്തിപ്പെടുത്തി അവരോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈ സഹനങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുവാൻ, അതിൽ നിന്നുള്ള ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്കതിനു വേണ്ടി പരിശുദ്ധി അമ്മ തൻ്റെ പുത്രൻ്റെ സഹനത്തിൻ്റെ നിമിഷത്തിലെല്ലാം കൂടെ യാത്ര ചെയ്തവളാണ്. ഒരു പരാതിയും പറയാതെ, ഒരു ചോദ്യങ്ങൾ പോലും ദൈവത്തോട് ചോദിക്കാതെ, ദൈവമേ നീ എന്തുകൊണ്ടാണ് എൻ്റെ മകനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്, നീ എന്തുകൊണ്ടാണ് എൻ്റെ മകൻ ഇങ്ങനെ സഹനങ്ങൾ കൊടുക്കുന്നത് എന്നൊന്നും അമ്മ പറഞ്ഞില്ല. ആ അമ്മയെ പോലെ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സഹന നിമിഷങ്ങളിൽ, അവരുടെ തടക്കദോഷങ്ങളുടെ നിമിഷങ്ങളിൽ, അവരുടെ തകർച്ചയുടെ നിമിഷങ്ങളിൽ പരിശുദ്ധി അമ്മയെ പോലെ കൂടെയായിരിക്കുവാൻ, അവരെ ശക്തിപ്പെടുത്തി, കുടുംബത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് അമ്മയുടെ മധ്യസ്ഥം യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.